നീ എന്തിനാ കോളേജിൽ പോണത്? ഞാനല്ല അച്ഛാ ആ തെണ്ടി. എന്നെ തെണ്ടിന്ന്? അച്ഛനല്ല, വേറെ തെണ്ടി. ഞാൻ ഇനി എവിടെ കൊണ്ടിരിക്കുവോ എന്തോ. എന്തിനു നോക്കുന്ന കോവർ കഴുതേ? ആ പിഞ്ചു കുഞ്ഞിനെ കോവർ കഴുതെന്ന. ഞാനാ കഴുത. ഓ അപ്പൊ നീ കഴുത, ഞാൻ നിന്റെ തന്ത കഴുതല്ലേ? 10-22 വയസ്സായ ചെറുക്കൻ അടിക്കാൻ നിങ്ങൾക്ക് നാണോ ഇല്ലേ? ഇല്ല. അയ്യേ യവന്റെ പ്രിൻസിപ്പൾ എന്നെ തന്തയ്ക്ക് വിളിച്ചില്ലെന്നേ ഉള്ളൂ. യവൻ കോളേജിൽ പോണത് പഠിക്കാനുള്ള റൗഡീസം കാണിക്കാനാണ്. അവന്റെ ഇവിടെ ഫാഷൻ കാണിക്കാൻ കോളേജിൽ പോകുന്ന കുറച്ച് പത്രാസുകാരും കൂടെ ഉണ്ട്. അതൊന്നും ആരും കാണുന്നില്ല. ഇത് എന്നെ ഉദ്ദേശിച്ചാൽ എന്നെ തന്നെ ഉദ്ദേശിച്ചാൽ എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. ആണ് അച്ഛാ, മകളായിരുന്നാലും മകനായിരുന്നാലും ഇനി ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായ നടക്കരുതേ. വേറെ ചിരിക്കണം. പെറ്റി വളർത്തിയതല്ലേ പങ്ക് തന്നത്. എടി, നാളെ നമ്മളെ സിനിമയ്ക്ക് പോക്ക് മൊത്തം ചെയ്യും. അച്ഛനാണെങ്കിൽ മുട്ട സീനും. ക്ലാസ് കെട്ടിയത് സിനിമയ്ക്ക് പോയതെങ്ങനെ അച്ഛൻ അറിഞ്ഞാൽ അങ്ങനെ പെട്ടിയിലാക്കും. ഇന്ന് നിന്റെ കള്ളക്കളിയാ പൊളിക്കൂടി നൂഡിൽസ് അലച്ചി. നീ ക്ലാസ് കെട്ടിയത് സിനിമയ്ക്ക് പോകുമല്ലേ? ശരിയാക്കി തരാ. രാവിലെ 10 മണി വേളി പാർക്ക്. നമുക്ക് എന്തിനു വേണം? ഐസ്ക്രീം വേണം, അതോ ഷവർമ്മ? ചേട്ടൻ മേടിച്ചു തരാം. ഒരു തമാശ പറയുമ്പോൾ സീരിയസ് ആയിട്ട് എടുക്കും. ആരും പറയും നൂഡിൽസ് മുടിയാന്ന്? നല്ല മുടിയാ എൻ്റെ കൊച്ചിൻ്റെ. എന്താ ഒന്നുമില്ല. എന്തടി? നാളെ രാവിലെ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ ഞാനും നിൻ്റെ അമ്മയും കൂടെ വല്യമ്മേരെ വീട്ടിലോട്ടൊന്ന് പോകും. അവിടെ ഒരു പൂജ ഉണ്ട്. നാളെ കോളേജിലൊന്നും പോകണ്ട കേട്ടല്ലേ? അച്ഛാ അത് പിന്നെ നാളെ എനിക്ക് ഇനി സമയത്ത് വരണില്ല. നാളെ കോളേജിൽ പോകണം. മറ്റുള്ള പരിപാടികൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ വിവരം അറിയും. പിന്നെ ഈ വീട്ടിൽ നിന്ന് ഓരോരുത്തരും പുറത്തിറങ്ങൂല. ഞാനാണ് പറയണം. അവൻ്റെയൊക്കെ റോള് എന്താ ചിരിക്കണ? ഈ കഥ പറയാന്തോ കണ്ടുപിടിച്ചത്. കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ അല്ലേ? അമ്മ, ഞാൻ പൂജയ്ക്ക് വരണോ? വരാം. അച്ഛാ എനിക്ക് നാളെ ഒരു സ്റ്റഡി ക്ലാസ് ഉണ്ടായിരുന്നു. സ്റ്റഡി ക്ലാസ്സിനോടൊക്കെ പോകാൻ പറ. നമുക്ക് പൂജ വലുത്. ശുക്രാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജ. ഇനിയിപ്പോൾ എന്ത് ചെയ്യോ എന്തോ. നാളെ ഇനി അവളോട് പോയില്ല, അവളെന്നെ തിരിഞ്ഞു പോലും നോക്കത്തില്ല. ഒരു സ്ത്രീ ജന്മം രക്ഷപ്പെട്ടു. കുരങ്ങൻ ചേട്ടാ, ആറ്റുനോറ്റിയൊന്ന് റിലീസായ പടവും ഇനിയിപ്പോൾ കാണാൻ പറ്റില്ലെന്ന് ആലോചിക്കുമ്പോഴാണ്. എടി പൊട്ടി, നിനക്ക് രാവിലെ പോയാൽ പോരെ? ശരിയാണല്ലോ. അപ്പൊ ഈ കട്ട വിളിച്ച തളിമണിൻ്റെ അകത്ത് ബുദ്ധി ഉണ്ടല്ലേ? അപ്പൊ ശരി. എന്തോന്ന് ശരി? എനിക്ക് എൻ്റെ അടിമയെ കാണാൻ പറ്റില്ല, നീയും പടത്തിന് പോവില്ല. പോടാ. ആഹാ അച്ഛാ, ഒരു വഴിയുണ്ട്. എന്ത് വഴി? സമയമായി. ചെറുക്ക ഇത് എവിടെ പോയാന്തോ? എവിടെ പോയാടിയാ? എനിക്കൊന്നും അറിഞ്ഞൂടാ. നിങ്ങൾ ആ ഫോൺ ഇരിക്കില്ല, അവിടെ വിളിച്ച് ചോദിക്കുകയും എവിടെ പടിയാ നമുക്ക് അറിയാമോ? എനിക്കൊന്നും അറിഞ്ഞൂടാ. ഞാൻ രാവിലെ അമ്പലത്തിൽ പോയിറങ്ങിയപ്പോ കണ്ട്, പിന്നെ കണ്ടില്ല. നിനക്കിന്ന് എന്തായിരുന്നടി പതിവില്ലാത്തൊരു ക്ഷേത്രത്തിൽ പോക്ക്? ഇതെന്താടി ഇപ്പൊ വട്ടത്താമരല്ലേ പ്രസാദം കൊടുക്കുന്നത്? അത് ഞാൻ അച്ഛൻ ആദരാഞ്ജലി അർച്ചന കഴിപ്പിക്കാൻ പോയത്. കണ്ടാടി എന്റെ മോൾക്ക് എൻ്റെ അടുത്തുള്ള സ്നേഹം. ആ കിഴങ്ങൻ ചെറുക്കനെ വിളിച്ചിട്ടും കിട്ടല്ലേ. ആരാണെന്ന് ഇങ്ങോട്ട് വിളിക്കണം. ഹലോ, നിന്റെ മകൻ ശരത് ഇപ്പോൾ എന്റെ കസ്റ്റഡിയിലാണ്. ഓക്കെ ഇരിക്കട്ടെ. ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ വിട്ടേക്കണേ. ഓക്കെ ശരി. അങ്ങനെ വിടാൻ ഇത് വെള്ളരിക്കാൻ പറ്റണമല്ല. കിഡ്നാപ്പാണ്, കിഡ്നാപ്പ്.
അയ്യോ പോലീസിനെ അറിയിക്കാനോ മറ്റാരോടെങ്കിലും പറയാനോ ശ്രമിച്ചാൽ നിന്റെ മകൻ ഭിത്തിയിൽ പടമാകും. അയ്യോ അങ്ങനെ ചെയ്യരുത്. ഞാൻ എന്തിനുള്ള തരാം? 10 ലക്ഷം രൂപ ഞാൻ പറയുന്ന സ്ഥലത്ത് പറയുന്ന സമയത്ത്. ഓക്കെ ഓക്കെ.